ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കോവയ്ക്ക മെഴുക്കൊക്കെ ഉണ്ടാക്കാം. ഇത് സാധാരണ ഉണ്ടാക്കുന്ന മാതിരിയല്ല കേട്ടോ. ഇതിടുന്ന സാധനങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ചിലർക്കറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഇതൊന്ന് നോക്കാം. ആദ്യം ഞാനിതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ആക്കാം. അതിനുശേഷം ഞാൻ കോവയ്ക്ക ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇപ്പോൾ ഇട്ടത് പെരുങ്കായപ്പൊടിയാണ്, അപ്പം അതും കൂടെ ഇടുക. പിന്നെ അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഒരു കണക്കനുസരിച്ച് പാകത്തിന് ഇട്ട് കൊടുക്കുക. അതുമാതിരി തന്നെ ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കായപ്പൊടി 1/2 ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ചിലർക്ക് കായപ്പൊടി കൂടുതൽ ഇഷ്ടാവില്ല, ചിലർക്ക് കുറവ് വേണം. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മിസ്റ്റേക്ക് പറ്റും. അപ്പോൾ അതിന് ഭേദം നമ്മളൊന്ന് ഇട്ട് നോക്കുക, എന്നിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ സോൾട്ടും കൂടെ ഇട്ടു, അതായത് ഉപ്പും കൂടെ ഇട്ടു. അതിനുശേഷം അടച്ച് വെച്ച് വേവിച്ചു. ഇനി ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് മുരിഞ്ഞ് വരണ വരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. അത്ര മാത്രമേ ഇത് ചെയ്യാനുള്ളൂ. അപ്പോൾ കണ്ടോ, ഇത് കുറേ അങ്ങ് കുറഞ്ഞ മാതിരിയായി, അതായത് നന്നായിട്ടായി. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സാമ്പാർ പൊടിയുടെയൊക്കെ ഒരു വ്യത്യാസ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.